ഹലോ, ഹെൽപ്പ് മീ നടന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. അപ്പോഴേ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സദ്യ സമയത്തൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. ശർക്കര വരട്ടി എന്ന് പറയും, ചക്കര വരട്ടി എന്ന് പറയും, ശർക്കര ഉപ്പേരി എന്ന് പറയും. അപ്പോൾ എന്ത് നാട്ടിൽ ഏത് പേരാണോ അത് സ്വീകരിച്ചു വേണേ, അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തുടക്കക്കാരായിട്ടുള്ളവരിപ്പോൾ പേടിക്കും, അയ്യോ ശർക്കര വരട്ടി ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ലേ, ഭയങ്കര ടഫാണേ എന്നൊക്കെ ചിന്തിക്കുന്നവർ ഈ റെസിപ്പി ആദ്യമായിട്ടാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. സക്സസ് ആവും, ഞാൻ ഗ്യാരണ്ടിയാണ്. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എവിടെയാണോ തെറ്റ് പറ്റുന്നത് അതൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താ, വർഷങ്ങളായിട്ട് എൻ്റെ അടുത്ത് പലരും പറയുന്നതാണ്, ചേച്ചി ശർക്കര വരട്ടിയുടെ റെസിപ്പി ഇടൂ. ബോംബെയിലായിരുന്ന സമയത്ത് എനിക്ക് അതിനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല. എന്തായാലും ഇപ്രാവശ്യം നാട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ഷെയർ ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയെന്ന് തന്നെ പറയാം. അതിനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒത്തു വന്നു എന്ന് പറയാം, പാത്രങ്ങളും ഒത്തു വന്നു എന്ന് പറയാം എന്ന് പറയുന്നതാകും ശരി. അപ്പോൾ ഓരോന്നിൻ്റെതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് ശരിയാവണമല്ലോ, എങ്കിലല്ലേ ഓരോ റെസിപ്പികളും കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് കണ്ടു നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആരൊക്കെ ഉണ്ടെന്ന് പറയുന്നത്, എന്തെങ്കിലും ഇത് കൂടാതെ എന്തെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് ഇടാൻ മറക്കരുത്. കാരണം അത് ഞാൻ ഉൾപ്പെടെ കമൻറ്റ് വായിക്കുന്ന എല്ലാവർക്കും അത് സൗകര്യമായിരിക്കും, കുറച്ചുകൂടി ഉണ്ടാക്കാനുള്ള കോൺഫിഡൻസ് ലെവൽ കൂടും. അതിനു വേണ്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒന്നും കൊണ്ടും പേടിക്കേണ്ട, തെറ്റണമെങ്കിൽ തെറ്റിക്കോട്ടെ. ഇനിയിപ്പോൾ ആദ്യം ഉണ്ടാക്കി ശരിയായില്ല, കുഴപ്പമില്ലെന്നേ, നമുക്ക് അതൊക്കെ തിരുത്തി അടുത്ത പ്രാവശ്യം ശരിയാക്കാം. എത്രയോ റെസിപ്പികൾ ഞാൻ പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം സക്സസ് ആവണമെന്നൊന്നുമില്ല. എന്നാൽ ഇതിൻ്റെ തട്ടിക്കൂട്ട് കണ്ടുപിടുത്തങ്ങളൊക്കെ ഞാൻ അന്നേരം ചെയ്യുന്നതായിരിക്കും. അത് നല്ല ടേസ്റ്റും ആയിരിക്കും, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്നാൽ ചില റെസിപ്പികൾ, പഴമയുടെ രുചിയുള്ള ചില റെസിപ്പികൾ ഞാൻ ട്രൈ ചെയ്തതിന് ശേഷമാണ് നിങ്ങളുടെ മുമ്പിൽ അത് എത്തിക്കുന്നത്. അപ്പോൾ ഒറ്റയടിക്കൊന്നും ആർക്കും ശരിയാവത്തില്ല കേട്ടോ, അത് സ്വാഭാവികമാണ്. അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുകയോ ചേച്ചി തണ്ട് എന്ത് നല്ലപോലെ ഉണ്ടാക്കുന്നത്, അല്ല, ചില റെസിപ്പികൾക്ക് ഞാൻ പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ടായിരിക്കാം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട, ധൈര്യമായിട്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ഇത് കണ്ടോ, നാരങ്ങയുടെ തോടും കുറച്ച് ചില നാരങ്ങയുണ്ട് കേട്ടോ. അതായത് ഞാനൊന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചപ്പോൾ കളർ മാറി എന്ന് പറഞ്ഞില്ലായിരുന്നു, അതും ഇതുപോലെ പീസാക്കി ഇതിനകത്ത് ഇട്ടേക്കുക. ഒട്ടും കേടായിട്ടില്ല, ഒന്നുമില്ല. നന്നായിട്ട് ഉപ്പും മുകളിൽ ഇട്ടിട്ടുണ്ട്, അടിയിൽ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അച്ചാർ ഇടാറായി വരുന്നു. എൻ്റെ അന്ന് ഞാൻ ഇട്ട അച്ചാർ നിങ്ങളെ കാണിച്ചില്ലായിരുന്നു, അത് ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ. ഇപ്പോഴും ഉണ്ട് ഒരു അരക്കുപ്പിയോളം, അത് തീർന്നിട്ടേ ഇത് ഇടുന്നുള്ളൂ. വെറുതെ ഇട്ട് വെക്കുന്ന എന്തിനാ, ഇത് ഉപ്പ് വെള്ളത്തിൽ കിടക്കുമല്ലേ, അങ്ങനെ കിടന്നോളും. ഞാൻ തുറന്ന് കാണിക്കാം, കനച്ചിട്ടുണ്ടോന്നും കാണാം. കണ്ടോ, മുകളിൽ ഉപ്പാണ് ഈ മുകളിൽ കാണുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിൻ്റെ അച്ചാറും. എന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുലുക്കി കൊടുക്കും. ചിലപ്പം ഇങ്ങനെ തലതിരിച്ച്, അടപ്പ് നല്ലോണം അടച്ചിട്ട് ചെയ്യാവൂ. തലതിരിച്ച് വെക്കുമ്പോൾ ആ വെള്ളം എല്ലാം താഴോട്ട് വരും. എന്നിട്ട് ഇങ്ങനെ ആക്കും. കണ്ടോ, അതിൻ്റെ അടിയിൽ ജ്യൂസ് ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നതാണ്, സാധാരണ ആവശ്യത്തിന് പോലും കാ പൊളിക്കുമ്പോൾ തോരനോ അമ്മ കറിക്കോ എന്തെങ്കിലുമൊക്കെ ആണേലും കാ പൊളിക്കുമ്പോൾ ആദ്യം കയ്യിൽ നന്നായിട്ട് വെളിച്ചെണ്ണ പുരട്ടുക. അല്ലെന്നുണ്ടെങ്കിൽ കൈക്കുള്ള കാര്യത്തിലൊരു തീരുമാനമാവും. അപ്പം അറിയാൻ വയ്യാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ കൈ മുഴുവൻ കറയാവും, കറുത്തിരിക്കും. അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അല്ലേ, നന്നായിട്ട് വെളിച്ചെണ്ണ പുരട്ടുക. ഇനി നമുക്ക് കാ പൊളിക്കണം. ഒത്തിരി അങ്ങ് വിളഞ്ഞ് കാമ്പറ്റെന്ന് പറയത്തില്ലേ, അങ്ങനെയുള്ള കായ എടുക്കാതിരിക്കുന്നേ നല്ലത് കേട്ടോ. എന്നിട്ട് ഇതിനെ ഞാനിപ്പോൾ ക്യാമറ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പൊക്കിയൊക്കെ കാണിക്കുന്നത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂടെ വരിയണം. അപ്പോൾ നമുക്ക് പൊളിച്ചെടുക്കാൻ എളുപ്പമാകും, കറയുണ്ട്. ഡ്രസ്സിലെങ്ങാണം വീണാൽ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഇടുമ്പോൾ എളുപ്പമാണ്. വേണ്ടേ, ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. കണ്ടോ, എളുപ്പമല്ലേ. ഒരു 4-5 വരെ നടുക്കൂടി ഇട്ട് കൊടുത്താൽ മതി. വേണ്ടേ,
അപ്പോൾ പരിചയമുള്ളവരൊക്കെ ഇപ്പോൾ അമ്മമാരായിട്ടുള്ളവരൊക്കെ ചിന്തിക്കും ഇതൊക്കെ എന്തോ ഇത്ര വലിയ കാര്യം, ആർക്കാ ഇതറിയാത്തെന്നൊക്കെ ചിന്തിക്കും. അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ പഠിച്ചോട്ടെ. അപ്പം ചില കുട്ടികൾ അറിയാത്തവർ ഇങ്ങനെയില്ലേ കപ്പ പൊളിക്കുന്നവണൊക്കെ ഇരുന്ന് സൈഡിൽ നിന്ന് കൊത്തി കൊത്തി പൊളിച്ച് വരും. അത് മെനക്കേടുമാണ്, കൈക്കും കൂടുതൽ കറയാവത്തെഴുതാണ്ട. കണ്ടോ, ഒരിത്തിരി കറയായില്ല, പെട്ടെന്ന് സംഭവം കഴിഞ്ഞു. കണ്ടോ, ഒരിച്ചിരി പോലും തൊലി അതിനകത്തിരിക്കരുതേ. അപ്പം ഞാനിത് പൊളിച്ചിട്ട് ഒന്ന് വെള്ളത്തിൽ ഇടാൻ പോവാം കേട്ടോ. എന്തായാലും നമ്മൾ പൊളിക്കാൻ സമയം എടുക്കുമല്ലോ. ഇത് ഇരിക്കും തോറും കറുത്ത് വരും. കണ്ടോ, ഇപ്പോഴേ ചെറുതായിട്ട് കറക്കാൻ തുടങ്ങി. അതാ കറയാണ്. വലിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്, ഇതിനകത്തോട്ട് ഇട്ട് വെക്കാം പൊളിച്ചിട്ട്. അപ്പം എന്താണ്, ഞാൻ എല്ലാം ഒന്ന് പൊളിച്ചെടുക്കട്ടെ. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പലരും എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ സദ്യ റെസിപ്പികൾ ഇടുന്നത്. ഞാനങ്ങനെ അധികം സദ്യ റെസിപ്പികളായിട്ടൊന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഈ വർഷം വിചാരിച്ചു എങ്കിൽ എല്ലാവരും ചോദിച്ചതാണ്, നാട്ടിലാണ്, അതിനനുസരിച്ചുള്ള അടുക്കളയിലും സൗകര്യങ്ങളുണ്ട്. നമ്മളൊരു റെസിപ്പി ചെയ്യണമെങ്കിൽ അടുക്കളയിൽ അതിനനുസരിച്ചുള്ള സൗകര്യം വേണം. ബോംബെ അപേക്ഷിച്ച് എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണെങ്കിൽ ഈ പ്രാവശ്യം നിങ്ങൾ ചോദിച്ചതനുസരിച്ചുള്ള റെസിപ്പികൾ ഇടുന്നത്. പക്ഷേ പലരും കാണുന്നില്ല. ഞാൻ ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തില്ല കേട്ടോ. അത് എന്താ പറയുക, യൂട്യൂബിൻ്റെ ഒരു രീതിയാണ്, എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു വിധത്തിൽ നമ്മുടെ ചാനലൊന്ന് കയറി വന്നു, വ്യൂസൊക്കെ ആയാലും. ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ട് കണ്ടിന്യൂസ് ഒരു 2 മാസത്തോളം ഞാൻ ഡെയിലി വീഡിയോ ഇട്ടു. അങ്ങനെയാണ് അത് നല്ല രീതിയിലൊന്ന് കയറി വന്നത്. പക്ഷെ ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് ഞാൻ ഒന്നട ഇട്ട് വീഡിയോ ആക്കിയപ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റം ഇപ്പോൾ വ്യൂസിലും കാണുന്നുണ്ട്. എനിക്ക് തന്നെ സങ്കടമാണ്, ഇത്രയും കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ഒക്കെ വ്യൂസ് ഇല്ലാതെ കിടക്കുന്നത്. പക്ഷേ എന്തെങ്കിലും ഒരിക്കൽ നമുക്ക് റിസൾട്ട് കിട്ടും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ അങ്ങ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ചേച്ചിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ ചേച്ചി വേറെ കാര്യങ്ങളും ചേച്ചിക്ക് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് ഡെയിലി വീഡിയോ ഇടാത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളത് അംഗീകരിക്കുകയും ചെയ്യും. പക്ഷേ യൂട്യൂബിനത് അറിയില്ലല്ലോ. യൂട്യൂബ് മനസ്സിലാക്കുന്നില്ലല്ലോ. ഇങ്ങനെ കൊട്ടാരക്കരയുള്ള ബെൻസി ജോസ് അല്ലെങ്കിൽ ബെൻസി എബ്രഹാം വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് വീഡിയോ ഇടാത്തതെന്നൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ അതാണ് കാര്യം. അപ്പം ഞാനിതെല്ലാം ഒന്ന് പൊളിച്ചെടുക്കട്ടെ. ഞാൻ ഒരു കായൂടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ടേ. കാരണം പൊളിച്ച് വന്നപ്പോൾ അതിൻ്റെ തൊലിയാണ് കൂടുതൽ, കുറവാണ്. ഇനി ഇത് അരിയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ നടുകെ 2 ആക്കണം. ഇങ്ങനെ നടുകെ 2 ആക്കിയിട്ട് കറക്റ്റ് അളവിൽ വേണം അരിയാനായിട്ട്. അധികം വലിപ്പം ഇല്ലാത്ത കായായോണ്ടേ കുഞ്ഞു പീസുകൾ, ഇത്തിരി കട്ടിക്ക്, ചിപ്സിന്റെ കൂട്ടല്ല. ഇത് നെടുക 2ആയിട്ടേ കീറാവൂ. എന്നിട്ട് ഒരു അളവ് വെച്ച് ഇത്ര ചതച്ച്. അപ്പോൾ തൊലി കളഞ്ഞ ശേഷവും 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകി, അരിഞ്ഞ ശേഷവും 2-3 പ്രാവശ്യം നല്ലതുപോലെ കഴുകി കറയൊക്കെ പോയി. ഇനി നമുക്ക് ഇത്തിരി വെള്ളം തോരാനായിട്ട് എൻ്റെ കയ്യിൽ കണ്ണോപ്പ വലുത് ഇതാണ്ടേ അരി കുതിർത്ത് പൊടിക്കാനായിട്ട് വെള്ളം വാലാനായിട്ട് എടുത്ത് വെച്ചേക്കുന്നു. വീട്ടിൽ തന്നെ പൊടിക്കാനാണേ. അപ്പോൾ അതിനി ഇത് കഴിഞ്ഞിട്ട് വേണം പൊടിക്കാൻ. അപ്പോൾ ചെറിയ 2 കണ്ണോപ്പയുണ്ട്, അതിനകത്തോട്ടാണ് ഇപ്പോൾ ഇത് ഇട്ട് വെക്കുന്നത്. ചുമന്ന മീൻ ചെറുത് വേണം. നമ്മുടെ ഫ്രിഡ്ജിന്റെ നാളെ വരും കേട്ടോ. വിളിച്ചോ? വിളിച്ചു. അതവിടെ കയറിയോ? ഇല്ല, ഞാൻ ഫോൺ വിളിച്ചു ചോദിച്ചു. എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞ നാളെ സ്റ്റോക്ക് വരുമെന്ന് പറഞ്ഞു. 15-ാം തീയതി മുതൽ അയക്കാനുള്ള. ഇനി നമുക്ക് കവറക്കാനായിട്ട് നമ്മുടെ ഉരുളിയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും ഒരു നാടൻ ടേസ്റ്റ്. അപ്പോൾ എണ്ണ ഏകദേശം ഒന്ന് ചൂടായി. കുഞ്ഞൊരു തിരിയൊന്ന് ഇട്ട് കൊടുത്ത് നോക്കിയതാ. ഇനി നമുക്ക് കായിട്ട് കൊടുക്കാം. വെള്ളമയം കാണും, സൂക്ഷിച്ചേ ഇടാവൂ. ഇട്ട ഉടനെ ഇളക്കണ്ട, ഇത്തിരി ഒന്ന് സെറ്റ് ആവട്ടെ, എന്നിട്ട് ഇളക്കാം. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തീ കുറയ്ക്കണം. ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഒന്ന് വിടുവിക്കാം.
ഇനി നമുക്ക് തീ കുറച്ചിട്ടിട്ട് മീഡിയത്തിലാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്. അകം വേവണം, പുറമേ ബ്രൗൺ ആയാൽ മാത്രം പോരാ, അകമേ നന്നായിട്ട് വേവണം. അതുകൊണ്ട് തീ കുറച്ചിട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് വെന്തിട്ടിളക്കിയാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ കുഴഞ്ഞു പോവും, പൊടിഞ്ഞു പോവും. ചെറുതായിട്ട് ഒന്ന് മൂക്കാൻ തുടങ്ങി, ഒരു സൗണ്ട് മാറിയത് കേട്ടോ. ഇനി തീ ഞാൻ കുറച്ചിട്ടു. ആദ്യം ഞാൻ ഒന്ന് ഇട്ടൊരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് തീ വീണ്ടും കുറച്ചായിരുന്നു. പക്ഷേ ഞാൻ വീണ്ടും കൂട്ടി. അത് ഇത്തിരി ഒന്ന് മൊരിഞ്ഞ് തുടങ്ങിയിട്ട് തീ കുറച്ചാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ കുഴഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം അതാ കുഴഞ്ഞൊന്നും പോയിട്ടില്ല, കണ്ടോ? ചെറുതീ കിടന്ന്, ചെറുതീയല്ല, ഇത്തിരി മീഡിയവും അല്ല സ്ലോയും അല്ല, അങ്ങനെയാണ് ഇട്ടേക്കുന്നത്. ഇതിപ്പോൾ നോക്കിക്കുക, നന്നായിട്ട് കിലുക്കം വെച്ചു. പക്ഷേ ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കിയാൽ അകം നല്ല സോഫ്റ്റാണ്, കട്ടിയായിട്ടില്ല. ശർക്കര വരട്ടിക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പൊന്നും ചേർക്കില്ല. നമുക്കിത്തിരി ഏലക്ക വേണം, അതിൻ്റെ ഏലക്ക പൊടിച്ചെടുക്കും. ഇതൊരു 15 ഏലക്കയുണ്ട്. തൊലി കളഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഏലക്ക മാത്രം ഇട്ട് പൊടിച്ചാൽ അത് പൊടിഞ്ഞ് കിട്ടാൻ പാടായിരിക്കും. ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ക്രിസ്പിയായി. ഞാൻ 2 എണ്ണം എടുത്ത് മാറ്റിയതാണ്. ഞാനൊന്ന് കഴിക്കുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുമെന്നറിയില്ല. കേട്ടോ, നല്ല ക്രിസ്പിയാണ്. അകം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യമായിട്ട് ചെയ്യുന്ന കുട്ടികൾ പ്രത്യേകിച്ചും. തീ ഏറ്റവും കുറച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇത്തിരി വെള്ളം ഒന്ന് തളിക്കാൻ പോകുക. അത് നമ്മൾ ഈ വെള്ളം തളിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, അതിനിടയ്ക്ക് ക്രിസ്പി ആവാതെ സോഫ്റ്റായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്രിസ്പി ആവാൻ വേണ്ടിയാണ്. നമ്മൾ ഈ പൊതുവേ വറ്റൽ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് വെള്ളം തളിക്കുന്നതും അതിനു വേണ്ടിയാണ്. ഉപ്പ് പൊടി ഇടാതെ ഉപ്പ് വെള്ളം തളിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നതും ക്രിസ്പി ആവാതെ എങ്ങാനും കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ ആവിയിൽ അത് ക്രിസ്പി ആവാൻ വേണ്ടിയാണ്. അപ്പം ഇനി ഞാൻ ഇത്തിരി വെള്ളം തളിക്കാൻ പോവാ. തീ ഏറ്റവും കുറച്ചാണ് വെച്ചേക്കുന്നത്. ഞാൻ എൻ്റെ ക്യാമറയും കൂടെ ഒന്ന് മാറ്റി വെക്കട്ടെ. ഞാൻ എൻ്റെ ക്യാമറയൊന്ന് മാറ്റി വെച്ചു, അല്ലെന്നുണ്ടെങ്കിൽ അതിന് പണി കിട്ടും. തീ തീരെ കുറച്ചിട്ട് അപ്പം അത് അടങ്ങണം. ഇനി ക്യാമറ അടുപ്പിച്ച് വെക്കാം. ഇനി തീ കൂട്ടിയിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കണം. വെള്ളം തളിച്ച് പതയടങ്ങി ഉടനെ കോരിയെടുക്കരുത്. ഞാൻ തീ കൂട്ടിയിട്ടേക്കുവാണേ. ഇപ്പം എല്ലാം നന്നായിട്ട് ക്രിസ്പി ആയി കാണുമാകാം. അപ്പം ചിപ്സൊക്കെ ഉണ്ടാക്കിയിട്ടും തണുത്ത് പോന്നു എന്ന് പരാതിയുള്ളവർ ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ലാസ്റ്റിൽ ഉപ്പിടാതെ ഉപ്പ് വെള്ളം തളിച്ചു കൊടുക്കുക. എന്നിട്ട് തീ കൂട്ടിയിട്ട് ഒന്ന് ഇളക്കി നമുക്ക് പോരാം. ഇനി നമുക്ക് ശർക്കര കുറച്ചൊന്ന് ഉരുക്കിയെടുക്കണം. ഇത് ആദ്യം അതൊന്ന് അതിൻ്റെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് കളയാനൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഞാനിവിടെ 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. നല്ല മധുരത്തിലാണ് ചെയ്യുന്നത്. ഇത്രയും മധുരം വേണ്ട എന്നുള്ളവർ ശർക്കര കുറച്ചെടുത്താൽ മതിയേ. അതിലേക്ക് വെറും 3.5 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. വെള്ളം കൂടി പോകരുത്, പിന്നെ നമ്മൾ തന്നെ അത് വറ്റിക്കേണ്ടി വരും. ഇതൊത്തിരി അങ്ങ് കുറുക്കണ്ട, ഒന്ന് അലിഞ്ഞ് അത് അരിച്ചെടുക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് ബാക്കി ചെയ്യാം. അപ്പോൾ നമ്മൾ വറുത്ത് കോരി വെച്ച നന്നായിട്ട് തണുത്ത ശേഷമേ ബാക്കി കാര്യങ്ങൾ ചെയ്യാവൂ. യാതൊരു കാരണവശാലും ചൂടോടെ ചെയ്യരുതേ. അപ്പം ഞാൻ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ ശർക്കര പരിപാടി തുടങ്ങിയത്. ഇതാ ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് അരിച്ച് ഉരുളിയിലോട്ട് ഒഴിക്കാം. ഇത് നന്നായിട്ട് ചൂടായിട്ട് ഒരു നൂൽപ്പരുവം ഉണ്ടല്ലോ, ആ പരുവൊന്നാവണം. ശർക്കരയ്ക്ക് വെള്ളം കൂടിയാൽ നമ്മൾ ഈ കുറുക്കാനും ഒത്തിരി സമയം എടുക്കുമേ. അതായത് നമ്മുടെ കായിട്ട ശേഷമേ അത് കുറുക്കാനും ഒത്തിരി സമയം എടുക്കും. നൂലായിട്ടില്ല, ഇച്ചിരി കൂടി വേണം. വേണ്ട, ഏകദേശമൊക്കെ ആയി വരുന്നു. കണ്ടോ, നൂല് പരുവം, ഒരു നൂൽ പരുവമായി. അത് കഴിഞ്ഞിട്ട് ഒരു ഇത്തിരി നേരം കൂടെ, ഒരു മിനിറ്റ് കൂടെ ഞാൻ തീ കൂട്ടിയായിട്ടേക്കുന്നേ. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കായിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനകത്തെല്ലാം നന്നായിട്ട് പിടിക്കണം. എല്ലാ കായിലും ശർക്കര പിടിക്കണം.
തീ ഓഫ് ചെയ്തേക്കുവാണേ. നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. നന്നായിട്ട് പിടിച്ചു. ഇരിക്കും തോറും ഇത് കട്ടിയാവും. ഇനി നമുക്ക് പൊടികൾ ചേർക്കാനുണ്ട്. ആ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഏലക്കയും. അപ്പോൾ ഇതിനകത്ത് ഓരോ പൊടികളും നമുക്ക് തീരുമാനിക്കാം. ഞാൻ ഇച്ചിരി ജീരകപ്പൊടി ചേർക്കുന്നുണ്ട്. ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ ചുക്കുപൊടി. പിന്നെ അത് വേണ്ട, നിങ്ങൾക്ക് ഏലക്കാട മാത്രം മതിയെന്നുണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പം ഇളക്കി തുടങ്ങിയ ഉടനെ ഒന്നും അത് ഡ്രൈ ആയി കിട്ടത്തില്ല. കുറേ നേരം ഇങ്ങനെ ഇളക്കി ശർക്കര തണുക്കുമ്പോഴേ നമുക്ക് ആ ടെക്സ്ചർ കറക്റ്റ് വരത്തുള്ളൂ. ആ കോട്ടിങ്ങേ. അപ്പോൾ കുറേ നേരം ഇളക്കി ഒരു 3-4 മിനിറ്റ് ഇളക്കിയിട്ട് അയ്യോ കട്ടിയായി തന്നെ ഇരിക്കുവാണല്ലോ എന്നൊന്നും വിഷമിക്കണ്ട. അപ്പോൾ ലാസ്റ്റിൽ ലേശം അരിപ്പൊടി, അതായത് ഒരു 3/4 ടീസ്പൂണേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അരിപ്പൊടിക്ക് പകരം പഞ്ചസാര ഇട്ട് ഇളക്കുന്നവരും ഉണ്ട്. അങ്ങനെ വേണേൽ അങ്ങനെ ചെയ്യാം. ഇത് ഒന്ന് വിട്ട് വരാൻ വേണ്ടിയാണ്. അരിപ്പൊടി ഇടുമ്പോൾ നമ്മുടെ ഈ കട്ട പിടിച്ചിരിക്കുന്നതേ ഓരോന്നോരോന്നായിട്ട് വിട്ട് വരും. അപ്പം നിങ്ങൾ സ്റ്റീലിൻ്റെ തവിയൊക്കെ എടുത്തോണേ. ഇത് സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കും. അതുകൊണ്ടാണ് ഞാൻ അതെടുക്കാഞ്ഞേ. അപ്പോൾ അരിപ്പൊടി ഇടുമ്പോൾ ഇതിൻ്റെ കളറും ഇത്തിരി ഒന്ന് മാറും. നല്ല ചുമന്ന കളർ കിട്ടില്ല. നല്ല ഡ്രൈ ആവുന്നത് വരെ ഇളക്കണേ. ഞാനിനി ഇപ്പോൾ ഈ തവി ഒന്ന് മാറ്റുവാണേ. ചുക്കുടു. അപ്പോൾ ഇതാ നല്ല ക്രിസ്പിയാണ്. സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് പറയണേ. നല്ല ക്രിസ്പി ആട്ടോ. അപ്പം ഞാൻ പറഞ്ഞ ആ കാര്യം മറന്നു പോകരുത്. നമ്മൾ വാങ്ങുന്നതിന് മുമ്പ് ഇത്തിരി വെള്ളം തളിച്ചിട്ട് അപ്പോഴേ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ശർക്കരക്കകത്തിട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് സോഫ്റ്റ് ആവും. ഇത് സോഫ്റ്റ് ആവത്തില്ല, നല്ല കട്ടിയായിരിക്കും. അരിപ്പൊടി ഇട്ടതുകൊണ്ടാണ് ഈ കളർ. അല്ലാന്നുണ്ടെങ്കിൽ നല്ല എന്താണ് ശർക്കരയുടെ കളർ ഉണ്ടല്ലോ, നല്ല ബ്രൗൺ കളർ കിട്ടിയേനെ. സൗണ്ട് കേട്ടോ നിങ്ങൾ? നല്ല ക്രിസ്പി അല്ലേ? ഒന്നുകൂടെ കേൾപ്പിക്കാം. നല്ല ഏലക്കാട ടേസ്റ്റും ചുക്കിൻ്റെയും ജീരകത്തിൻ്റെയും ഒക്കെ ടേസ്റ്റ് ഉണ്ട്. മധുരം നന്നായിട്ട്, നിങ്ങളിപ്പോൾ ഒരു സംശയം തോന്നിയേക്കാം ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് മധുരം പിടിക്കുമോ. അകത്ത് നന്നായിട്ട് മധുരം പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പിയാണ്. തണുക്കുമ്പോഴും ക്രിസ്പി തന്നെ ആയിരിക്കും, ഒരു സംശയവും വേണ്ട. അകം കാണിക്കാം. ഇതാ കണ്ടോ അകം. അപ്പോൾ തീർച്ചയായിട്ടും ഈസി അല്ലേ? ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇതുപോലെ ട്രൈ ചെയ്താൽ മതി. ആദ്യം ശർക്കരയിൽ ഇട്ടിളക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചേക്കാം അയ്യോ ഇതിനി റെഡിയായി വരുമോ, അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നല്ലോ, ഇളക്കും തോറും ഡ്രൈ ആവുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചേക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് പൊടികളൊക്കെ ചേർത്തിട്ട് വീണ്ടും ഇളക്കിയിട്ട് ഇതുപോലെ ഇത്തിരി അരിപ്പൊടി ഇട്ട് കൊടുത്താൽ ലാസ്റ്റ് സെക്ഷൻ ആകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് ഒന്നേലൊന്നേ തൊടാതെ വിട്ട് വരും. അതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി ശർക്കരക്കകത്തിട്ട് ഇളക്കേണ്ടി വരും. അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. സംഭവം നല്ലതാണ്. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ശർക്കര വരട്ടി ഉണ്ടാക്കണം. ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഞാൻ ഇനി അരി പൊടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അരി പൊടിക്കുന്നതിൻ്റെയും വീഡിയോ എടുക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇതുവരെ ശർക്കര വരട്ടി അല്ലെങ്കിൽ ചക്കര വരട്ടി അല്ലെങ്കിൽ ശർക്കര ഉപ്പേരി, വേറെ എന്ത് പേരുണ്ടെന്ന് എനിക്കറിയില്ല, ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. ബൈ. ഗോഡ് ബ്ലസ് യു. ടാറ്റ.